അസ്സലാമലൈക്കും. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. പ്രിയപ്പെട്ട അധ്യാപകരെ, അതുപോലെ പഠിതാക്കളെ, അൽഹംദുലില്ലാഹ് വളരെ സന്തോഷത്തോടു കൂടെയാണ് ഈ ഫോക്കസിൽ ഇപ്പൊ ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ഫോക്കസിനെ കുറിച്ച് ആദ്യമേ പറഞ്ഞിടട്ടെ. എന്ത് അതൊരു നല്ല, ഏറ്റവും വളരെ നല്ല കോച്ചിങ് ആയിട്ട് നൽകുന്ന ഒരു സ്ഥാപനമാണ്. ഏതായാലും നമ്മുടെ അധ്യാപകരായ ഖാലിദ് സാറ്, നസീർ സാറ്, മുനവ്വർ ടീച്ചർ അടക്കമുള്ള എല്ലാ അധ്യാപകർക്കും ഇനിയും നാൾക്കുനാൾ നല്ല നാൾക്കുനാൾ നല്ല ഉയർച്ചയിലേക്ക് അള്ളാഹു എത്തിക്കട്ടെ എന്ന് ആദ്യമായിട്ട് ആശംസിക്കുന്നു. ഇതിലൂടെ ഇനിയും ധാരാളം ആളുകളെ PSC-യിലേക്ക്, സർക്കാർ ഉദ്യോഗത്തിലേക്ക് എത്തിക്കട്ടെ എന്നും ആശംസിക്കുകയാണ്. ഇനി ഞാന് എന്റെ ചെറിയൊരു ഹിസ്റ്ററി പറയുകയാണെങ്കിൽ, ചെറിയ ഒരു സങ്കടകരമായ ഒരു കഥയിലൂടെയാണ് തുടങ്ങുന്നത്. എന്റെ SSLC മാർക്ക് കേട്ടാൽ നിങ്ങളൊക്കെ ഒന്ന് അന്തം വിടും. പക്ഷെ ഞാൻ പറയാണ്, വളരെ ദയനീയമായിട്ട് പറയാണ്. പക്ഷെ എനിക്ക് പറയാൻ ഇപ്പോഴും മടിയുണ്ട്. 6 D+ഉം പിന്നെ 4 C ഒക്കെ ഉണ്ടായിരുന്നത്. പക്ഷെ ഞാൻ പഠിച്ച സ്കൂളില് എന്റെ ക്ലാസ്സിൽ ഞാൻ മാത്രമാണ് ജയിച്ചിരുന്നത്. 2016 എന്റെ SLC, 2006 SLC കഴിയുന്നത്. ഈ അവസരത്തില് എന്റെ ക്ലാസ് വളരെ മോശമായിട്ട് ആയിരുന്നു മാർക്ക്. പിന്നെ പ്ലസ് ടു പിന്നീട് ഞാൻ ഒരു പള്ളി ദർസിലേക്ക്, അതല്ലെങ്കിൽ മലപ്പുറത്തെ ഒരു സ്ഥാപനത്തിലേക്ക്, നിങ്ങൾക്ക് അറിയായിരിക്കും, മാദിൻ അക്കാദമി എന്ന് പറയുന്ന സ്ഥാപനത്തിലായിരുന്നു പിന്നീട് ജോയിൻ ചെയ്യുന്നത്. അങ്ങനെ പഠിക്കുമ്പോൾ +2 അൽഹംദുലില്ലാഹ് നല്ല രൂപത്തില് എനിക്ക് തീർക്കാൻ കഴിഞ്ഞു. അൽഹംദുലില്ലാഹ് ഫസ്റ്റ് ക്ലാസ്സോട് കൂടെ ജയിക്കാൻ കഴിഞ്ഞു. അതിനുശേഷം ഞാൻ സാമ്പത്തികമായിട്ട് നല്ല ഒരു പ്രയാസം നേരിട്ടു. എന്ന് വെച്ചാൽ എന്റെ ഡിഗ്രി പഠനം എനിക്ക് തുടരാൻ കഴിഞ്ഞില്ല, അതുപോലെ PG ഒന്നും തുടരാൻ കഴിഞ്ഞില്ല. പിന്നീട് 2007 ഞാൻ +2 പൂർത്തിയാക്കിയതിനു ശേഷം 2019, എത്ര വർഷം ഗ്യാപ്പ് ഉണ്ട് നിങ്ങൾ നോക്കൂ, 12 വർഷം ഗ്യാപ്പ് ഉണ്ട്. ആ 2018 വെക്കുക. 2018 മൗലാന ആസാദ് നാഷണൽ ഉറുദു യൂണിവേഴ്സിറ്റിയിൽ PG ചെയ്യുന്ന ഒരു അവസരം ഉണ്ടായി. പിന്നെ ഞാൻ PG ചെയ്യുക. അതിനു മുമ്പ് ഞാൻ അറബിയിൽ എന്ത് ചെയ്തു, എന്താ പറയാ, BA അറബിക്കും എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എടുത്തു. അപ്പൊ ഞാൻ സാമ്പത്തിക പ്രയാസം മൂലം ഡിഗ്രി ചെയ്തിരുന്നില്ല. പക്ഷെ ഞാൻ പള്ളി ദർസിൽ ഇങ്ങനെ ഇരുന്ന് പഠിച്ചു. ഞാൻ പഠിച്ചതിന് ശേഷം പിന്നീട് മർക്കസിലേക്ക് പോയി. അവിടുന്ന് അൽഹംദുലില്ലാഹ് പിന്നീട് ഞാൻ വീണ്ടും ഞാൻ പഠിച്ച സ്ഥാപനത്തിൽ തന്നെ ജോലി ചെയ്തു. അതിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ഞാൻ അങ്ങനെ ആ ദീനി മേഖലയിൽ തുടർന്നു കൊണ്ടിരിക്കുന്ന അവസരത്തിൽ എപ്പോഴും ദീൻ എന്നുള്ള ചിന്തയെ എനിക്കുണ്ടായിരുന്നുള്ളൂ. ഭൗതിക കോഴ്സുകളൊന്നും പിന്നെ എന്റെ ചിന്തയിൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാന് പിന്നീട് വീണ്ടും അവിടെ ഒരു ഉസ്താദായിട്ട്, മാദിൻ അക്കാദമിയിൽ ഉസ്താദായിട്ട് ജോലി ചെയ്യുന്ന അവസരത്തില് എനിക്ക് വലിയ മോട്ടിവേഷൻ ആയിട്ട് തന്നിരുന്നത് എന്റെ ഉസ്താദായ ഖലീൽ തങ്ങൾ എന്നായിരുന്നു. നിങ്ങൾക്ക് അറിയില്ല. ഉസ്താദ് എല്ലാ മീറ്റിങ്ങിലും, അധ്യാപകർക്കുള്ള മീറ്റിങ്ങില് എല്ലാവരോടും പറയും, ഈ ക്യാമ്പസിൽ നിന്ന്, മാദിൻ ക്യാമ്പസിൽ നിന്ന് 500 PhD എടുത്ത ഉസ്താദുമാര് പുറത്തിറങ്ങണം എന്നായിരുന്നു ഉസ്താദിന്റെ ഒരു എയിം, ലക്ഷ്യം, വിഷൻ എന്ന് ഒക്കെ പറയാം. ആ ലക്ഷ്യം ഇങ്ങനെ നിരന്തരം ഇങ്ങനെ പറയുമ്പോ ഞാൻ എന്ത് ചെയ്യും, എനിക്ക് +2 മാത്രമല്ലേ ഉള്ളൂ. അങ്ങനെ +2 മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ എന്താ ചെയ്യാ? ഏതായാലും ഉസ്താദ് ഇങ്ങനെ നിരന്തരം പറയുമ്പോൾ ഉസ്താദിന്റെ ഒരു ആഗ്രഹം പോലെ ആവണം എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഏതായാലും ഡിഗ്രിയും PG ഒക്കെ എടുത്ത്, പിന്നെ എനിക്ക് PG എടുക്കുന്ന അവസരത്തിൽ തന്നെ എനിക്ക് നെറ്റ് എടുത്തിട്ട് JRF എടുത്തിട്ട് PhD എന്ന സ്വപ്നമാണ് ഉണ്ടായിരുന്നത്. എനിക്ക് PSC തീരെ സ്വപ്നത്തിൽ ഉണ്ടായിരുന്നില്ല. ആദ്യ അവസരത്തിൽ ഞാൻ നെറ്റ് എഴുതിയപ്പോ അൽഹംദുലില്ലാഹ് ഞാൻ കോച്ചിങ്ങിനൊന്നും കൂടാതെയായിരുന്നു നെറ്റ് എഴുതിയത്. ആ അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് നെറ്റ് ക്രാക്ക് ചെയ്യാൻ കഴിഞ്ഞു. പക്ഷെ രണ്ടാമത്തെ 2, 3, 4 പ്രാവശ്യം ഞാൻ JRF-ന് വേണ്ടിയിട്ട് അധ്വാനിച്ച് കഷ്ടപ്പെട്ടെങ്കിൽ പോലും അള്ളാഹുവിന്റെ ഖളാ കൊണ്ട് എനിക്ക് JRF നേടാൻ കഴിഞ്ഞില്ല. അപ്പോ അതിന്റെ ഒരു സങ്കടം എന്ന് പറയുന്നില്ല. ഞാൻ ധാരാളം ദുആകളൊക്കെ ചെയ്യും, എനിക്ക് JRF കിട്ടണം എന്നൊക്കെ ദുആ ചെയ്യും. പക്ഷെ എത്രയായാലും ഈ JRF കിട്ടാത്തതിന്റെ പിന്നെ ഏജ് ഔട്ടായി മാറി ഞാൻ. എനിക്ക്
ജാറഫിന്റെ പരിധിക്ക് 35 വർഷമാണ് ജാറഫിന്റെ പരിധി. ആ പരിധി കഴിഞ്ഞപ്പോ പിന്നെ ഓക്കെ, ഇനിയിപ്പോ എഴുതാൻ കഴിയില്ലല്ലോ. ഏതായാലും ഞാൻ ധാരാളം അള്ളാഹുവിനോട് ദുആ ചെയ്തതുകൊണ്ട് തന്നെ ഈ ഈ എനിക്ക് അതിൽ സങ്കടം തോന്നില്ല. ജാറഫ് കിട്ടാത്തതിൽ സങ്കടം തോന്നില്ല. കാരണം നമ്മൾ അള്ളാഹുവിനോടല്ല ദുആ ചെയ്തത്, അതിനേക്കാൾ വലിയ സന്തോഷങ്ങൾ അള്ളാഹു ജീവിതത്തിൽ തരാൻ സാധ്യതയില്ല എന്നൊരു ചിന്തയാണ് എനിക്ക് അൽഹംദുലില്ലാഹ് ഇപ്പൊ ഉള്ളത്. ഇനി അങ്ങനെ ജാറഫ് ഈ അവസരത്തിൽ ഞാൻ ഫസ്റ്റ് നെറ്റ് നേടിയതിന് ശേഷം പിന്നെ ഒരു 6 മാസം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ അറ്റംപ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് ജാറഫ് കിട്ടിയില്ല. ആ അവസരത്തിൽ എനിക്ക് മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ ഗസ്റ്റ് ലെക്ചർ ആയിട്ട് വർക്ക് ചെയ്യാൻ ഒരു അവസരം കിട്ടി. അൽഹംദുലില്ലാഹ് അവിടെ ഞാൻ ജോയിൻ ചെയ്തു. മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ ഗസ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്തു. അങ്ങനെ ജോയിൻ ചെയ്യുമ്പോഴൊക്കെ ഞാൻ ഉദ്ദേശിച്ചിരുന്നത് അവിടെ ടീച്ചിങ് ചെയ്യുന്ന അവസരത്തിൽ തന്നെ അവിടുത്തെ HOD, അറബിക് ഡിപ്പാർട്ട്മെന്റിന്റെ HOD ജാഹിർ സാർ എന്ന് പറയും. ആ സാറിന്റെ ക്ലാസ് സാറിന്റെ കൂടെ സാറിന്റെ അടുത്ത് നിന്ന് എനിക്ക് PhD ചെയ്യാവുന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് പോയത്. പക്ഷെ നെറ്റ് നിന്ന് JRF കര കയറാത്തത് കൊണ്ട് തന്നെ 2-3 വർഷം ഞാൻ അവിടെ എന്ത് ചെയ്തു, ഈ നെറ്റ് എഴുതിയിട്ട് ഇങ്ങനെ ആയി. പക്ഷെ എല്ലാവരും നെറ്റ് UGC മാനദണ്ഡ പ്രകാരം എനിക്ക് ഗസ്റ്റ് ലെക്ചർ ആകാനുള്ള യോഗ്യതയുണ്ട്, നെറ്റ് ഉണ്ടായാൽ മതിയല്ലോ. പക്ഷെ എന്റെ കൂടെയുള്ള ബാക്കിയുള്ള എന്റെ സുഹൃത്തുക്കളായ ഗസ്റ്റ് ലെക്ചേഴ്സ് ഒക്കെ ഡോക്ടേഴ്സ് ആണ്, PhD കഴിഞ്ഞ ആളുകളാണ്. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഒരു പ്രോഗ്രാം ഉണ്ടാകുമ്പോൾ അവരൊക്കെ ഡോക്ടർ യതശറഫ് ഹാദൽ മജ്ലിസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നതശറഫ് ഫി ഹാദൽ മജ്ലിസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരൊക്കെ ദക്തൂർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡോക്ടർ നന്നായിട്ട് അവരെ ഉയർത്തി കാണിക്കുമ്പോ ഞാൻ എന്റെ പേര് വിളിക്കുമ്പോ അൽ അഖ് എന്നാ വിളിക്കുക. അല്ലാതെ ഞാൻ ഡോക്ടർ ആവാത്തോണ്ട് തന്നെ എന്ത് ചെയ്യാൻ കഴിയില്ല, എനിക്ക് ദക്തൂർ എന്ന് പറയാൻ കഴിയൂലല്ലോ. അപ്പൊ അൽ അഖ് അബ്ദുൾ റഷീദ് എന്നായിരുന്നു എന്നെ വിളിച്ചിരുന്നത്. അപ്പൊ ഇനി ഞാൻ എന്ത് ചെയ്യും, ഈ ഇവിടെ എല്ലാ ദിവസവും ഞാൻ ഇവിടെ ഈ ഇത് കേൾക്കുമ്പോ ഇനി ഞാൻ മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്യുന്നില്ല എന്ന ഒരു ഇത് ഞാൻ ഈ ഒരു അവസരത്തിൽ തന്നെ PSCക്ക് ശ്രമിക്കാൻ തുടങ്ങുകയും ചെയ്തു. അൽഹംദുലില്ലാഹ് PSCയിലെ ഫസ്റ്റ് അറ്റംപ്റ്റ് 2023-ലായിരുന്നു. 23-ല് അപ്ലൈ ചെയ്തു. പിന്നെ 24-ല് മലപ്പുറം LP UP 2024-ലാണ് നടന്നതെന്ന് എന്റെ ഓർമ്മ. അതില് ഞാൻ അറ്റംപ്റ്റ് ചെയ്തു. അതിൽ ഞാൻ ജനറൽ പേപ്പർ ഞാൻ തീരെ നോക്കിയിട്ടില്ല, ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ തീരെ നോക്കിയിട്ടില്ല. പക്ഷെ അറബിന്റെ ആ കാര്യങ്ങൾ മാത്രം വെച്ച് നോക്കി. പക്ഷെ വീട്ടിലെ സാഹചര്യങ്ങൾ, ഞാൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ, മെയ് ജൂൺ മാസങ്ങളിലൊക്കെ മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ അവധിയായിരിക്കും. അപ്പൊ ഞാൻ വീട്ടിലേക്ക് വരുമ്പോൾ വീട്ടിലെ സാഹചര്യങ്ങളും വളരെ മോശമായിരുന്നു. അപ്പൊ എനിക്ക് പഠിക്കാൻ പറ്റിയൊരു അന്തരീക്ഷം അല്ലായിരുന്നു. എന്നാൽ പോലും ഞാൻ തീരെ അധ്വാനിക്കാതെ ഒന്ന് പരീക്ഷ എഴുതിയതാണ്. അൽഹംദുലില്ലാഹ് മലപ്പുറം UPയില് മെയിൻ ലിസ്റ്റിൽ തന്നെ എനിക്ക് റാങ്കിൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് കുറച്ച് ലാസ്റ്റ് റാങ്ക് ആണെങ്കിലും കയറാൻ സാധിച്ചു അൽഹംദുലില്ലാഹ്. അതിനുശേഷം ഞാൻ എന്റെ ദുആകള് ഫസ്റ്റ് PSCയിൽ 1-ാം റാങ്ക് കിട്ടണേ എന്നുള്ളൊരു ചിന്തയായിരുന്നു ഉണ്ടായിരുന്നു. അങ്ങനെ ഞാന് പിന്നീട് വന്ന PSC വിളിച്ചതിൽ ഇടുക്കി UPയും കൊടുത്തു. അതിന്റെ കൂടെ ഇടുക്കി വിളിച്ചപ്പോ കൂടെ കാസർഗോഡും പാലക്കാടൊക്കെ വിളിച്ചിരുന്നു. പക്ഷെ എനിക്ക് 1-ാം റാങ്ക് കിട്ടണം, കാരണം ഇടുക്കിയിൽ ഒരു പോസ്റ്റ് ഒഴിവുണ്ട്, ആ പോസ്റ്റ് എനിക്ക് തന്നെ കിട്ടണം എന്നുള്ളൊരു കൺസെപ്റ്റ് ആയിരുന്നു എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഈ റൊട്ടേഷൻ ചാർട്ട് ഒന്നും എനിക്കറിയില്ലായിരുന്നു. പക്ഷെ ഇടുക്കിന്റെ റിസൾട്ട് വന്നപ്പോഴും അൽഹംദുലില്ലാഹ് 1-ാം റാങ്ക് കിട്ടിയെങ്കിലും എനിക്ക് ആ പോസ്റ്റ് കിട്ടിയില്ല. കാരണം റൊട്ടേഷൻ ചാർട്ട് അനുസരിച്ച് എനിക്ക് ഫസ്റ്റ് ഡിസേബിലിറ്റി ആയിട്ടുള്ള ആളുകൾക്കാണ് പോയത്. പിന്നെ അതേ വർഷത്തിൽ നടന്ന PSC എക്സാം ആയിരുന്ന ആലപ്പുഴ LP എക്സാം. ആ എക്സാം എഴുതുന്ന അവസരത്തിൽ ഞാൻ അതിനെ ഒരു നെവർമൈൻഡ് ആയിട്ടാണ് കണ്ടത്, ഓൺലൈൻ ആയിട്ടാണ് എക്സാം. പക്ഷെ എത്രത്തോളം സങ്കടം എന്ന് ചോദിച്ചാല് 23 ക്വസ്റ്റ്യൻ പേപ്പർ ക്വസ്റ്റ്യൻസ് ഞാൻ വിട്ടിരുന്നു ആ പരീക്ഷയിൽ. അപ്പോ കുട്ടികൾ ആ പരീക്ഷ കഴിഞ്ഞ ഉടനെ തന്നെ പറഞ്ഞു കട്ട് ഓഫ് 75 ആകാൻ സാധ്യതയുണ്ട്, കാരണം അത്രക്ക് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഞാൻ 23 ക്വസ്റ്റ്യൻ വിട്ട, അപ്പൊ അറ്റൻഡ് ചെയ്ത ക്വസ്റ്റ്യൻ തന്നെ എത്ര ഉണ്ട്, 77 ക്വസ്റ്റ്യൻ ഉള്ളത്. ആ 77 ക്വസ്റ്റ്യനില് എങ്ങനെ ഇനിയിപ്പോ എത്ര ജസ്റ്റ് 2 മാർക്ക്, 2 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തോടെ തന്നെ മിസ്റ്റേക്ക് വന്നാൽ ഏതായാലും പോവല്ലോ. അപ്പൊ ഞാൻ ആലപ്പുഴയിൽ റാങ്ക് ലിസ്റ്റിൽ തന്നെ പ്രതീക്ഷിച്ചിട്ടില്ല. അൽഹംദുലില്ലാഹ് ഷോർട്ട് ലിസ്റ്റ് വന്നപ്പോ നല്ലൊരു റാങ്ക് ലിസ്റ്റില് അതിൽ മെയിൻ ലിസ്റ്റിൽ തന്നെ ഞാൻ ഉണ്ടായിരുന്നു. പിന്നീട് വീണ്ടും റാങ്ക് ലിസ്റ്റ് നോക്കുമ്പോൾ അൽഹംദുലില്ലാഹ് 7-ാം റാങ്കിൽ തന്നെ എനിക്ക് എത്തിയിരുന്നു.
ഈ PSC എഴുതുമ്പോൾ പലർക്കും പല വീക്ക്നെസ്സുകൾ ഉണ്ടല്ലോ. എന്റെ വീക്ക്നെസ് എന്ന് പറയുന്നത് PSC നെറ്റ് ഒക്കെ എഴുതുമ്പോഴുള്ള വീക്ക്നെസ് എന്ന് പറയുന്നത് എനിക്ക് സമയം കിട്ടുന്നില്ല എന്നുള്ളത്. ഇപ്പൊ ഈ ആലപ്പുഴ PSC പറയുമ്പോൾ തന്നെ എനിക്ക് ഈ 23 ക്വസ്റ്റ്യനും ഞാൻ അറ്റൻഡ് ചെയ്യാത്തത് എന്തുകൊണ്ടായിരുന്നു? സമയം കിട്ടാത്തൊരു വിഷമം കൊണ്ടായിരുന്നു. ഇപ്പൊ നെറ്റ് എക്സാമില് സാധാരണ ഡാറ്റ ഇന്റർപ്രിട്ടേഷനും അതുപോലെ റീഡിംഗ് കോംപ്രഹൻഷനും ഈ രണ്ട് ക്വസ്റ്റ്യനും വളരെ സിമ്പിൾ ആയിരിക്കും പൊതുവെ ഉണ്ടാവാറുള്ളത്. അതില് ഈ രണ്ട് വിഷയത്തില് ഇപ്പൊ 10 ക്വസ്റ്റ്യന് സാധാരണ ഈ ഒരു ഇത് എനിക്ക് ചെയ്യാൻ സമയം കിട്ടാറില്ല. ആ ഒരു സങ്കടം അതുകൊണ്ടാണ് എനിക്ക് JRF ഇഷ്ടപ്പെടുന്നത്. അപ്പോ ഇനി എനിക്ക് പറയാനുള്ളത്, ഞാന് പഠിച്ചൊരു തിയറി, ഞാൻ പഠിച്ച ശൈലി ഒരു വ്യത്യസ്തമായിട്ടായിരുന്നു പഠിച്ചിരുന്നത്. ഇപ്പൊ ഞാൻ മറ്റൊരു കാര്യം പറഞ്ഞാൽ, എനിക്ക് ഇതേവരെ ഒരു നോട്ട് ബുക്ക് ഇല്ല. ഒരു PSCന്റെ പോയിന്റുകൾ എന്തൊക്കെ എഴുതുന്ന നോട്ട് തീരെ ഞാൻ തയ്യാറാക്കിയിട്ടില്ല. കാരണം ഞാൻ ചെന്നൈയിൽ പഠിപ്പിക്കുന്ന മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുന്ന അവസരത്തില് എനിക്ക് രാവിലെ ഒരു 5:30 എണീറ്റാല് ഉടനെ 6 മണിക്ക് മദ്രസയുണ്ട്. 6 മണിക്ക് മദ്രസ ഉണ്ടെങ്കിൽ പിന്നെ 7:30 എന്ത് ചെയ്യണം? മദ്രസ വിടുന്നു. പിന്നീട് ഞാൻ മദ്രാസ് യൂണിവേഴ്സിറ്റിക്ക് പോകാനുള്ള പ്രിപ്പയറിംഗ് ആണ്. അങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ട് പിന്നീട് 3:30 ആവുമ്പോഴേക്ക് എന്ത് ചെയ്യുന്നു? അവിടുന്ന് തിരിച്ചു വരുന്നു. പിന്നെ ഒരു ട്യൂഷൻ ഉണ്ട്. ട്യൂഷൻ കഴിഞ്ഞാൽ പിന്നെ മഗ്‌രിബിന്റെ ഒക്കെ ആയിട്ട് മഗ്‌രിബ് ആകും. ആ സമയത്ത് മഗ്‌രിബിന് ശേഷം മദ്രസ കഴിഞ്ഞാൽ ഏകദേശം ഒരു 9 മണി 9:30 ആവും തിരിച്ചെത്താൻ. തിരിച്ചെത്തിയിട്ട് എല്ലാ തിരക്കുകളും കഴിയുന്നത് ഒരു 10 മണിക്ക് ശേഷമാണ്. ആ 10 മണിക്ക് എന്താ ചെയ്യാ? അപ്പൊ പെട്ടെന്ന് ഉറക്കം വരില്ല. ആ ഉറക്കം വരാതിരിക്കാനും കൂടി ഞാൻ എന്ത് ചെയ്തു? ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി. നമ്മൾ ഫോക്കസിലെ കുട്ടികളെ വെച്ചുകൊണ്ടായിരുന്നു ഗ്രൂപ്പ് ഉണ്ടാക്കിയിരുന്നത്. അൽഹംദുലില്ലാ ആ ഒരു മണിക്കൂർ ഞാന് കുട്ടികളായിട്ട് ഇന്ററാക്ഷൻ ചെയ്ത് അങ്ങനെ ആ ഒരു അൽഹംദുലില്ലാ അങ്ങനെ ആ കുട്ടികളായിട്ട് ഇന്ററാക്ഷൻ ചെയ്ത് ലൈവ് സെഷൻ ആയിട്ട് നടക്കും. ആ ഗ്രൂപ്പ് ആകെ ആക്റ്റീവ് ആവല് എപ്പോഴായിരുന്നു? ഈ 10 മണി മുതൽ 11 മണി വരെയുള്ള ആ ഒരു ടൈമായിരുന്നു. അപ്പോ ഞാൻ ഈ സമയത്ത് ഞാൻ പഠിക്കാൻ സമയം കണ്ടെത്തിയിരുന്നത് എങ്ങനെയാ വെച്ചാല്, രാവിലെ 6 മണിക്ക് എത്തി 7:30 കഴിഞ്ഞാൽ പിന്നെ ഫുഡ് കഴിക്കലും കുളിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം വേഗം ട്രെയിനിൽ കയറും. അവിടെ ചെന്നൈയിലാകുമ്പോൾ നമ്മുടെ ഈ നാട്ടിലെ ലൈൻ ബസ് പോലെയാണ് സബർബൻ ട്രെയിൻ എന്ന് പറയുന്നത്. അപ്പൊ കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങിയാല് ട്രെയിന് കാലിയായിരിക്കും. അപ്പൊ ഫ്രീ ആയിട്ട് ഒരു മണിക്കൂറോളം യാത്രയുണ്ട് ട്രെയിനിൽ ഇരുന്നിട്ട്. അപ്പോ ട്രെയിനില് കയറിയിട്ട് പിന്നെ ഒരു മണിക്കൂറില്ല. അപ്പൊ ആ നേരത്തെ പോയ എന്ത് ചെയ്യും? ട്രെയിനിൽ ഇരിക്കുന്ന ആ ഒരു സമയത്ത് എനിക്ക് പഠിക്കാം. എങ്ങനെ ഞാൻ പഠിച്ചത് ഗൂഗിൾ വെച്ചുകൊണ്ടാണ്. ഗൂഗിൾ ഡോക്സും പിന്നെ മൊബൈൽ വെച്ചുകൊണ്ടാണ് പഠിച്ചിരുന്നത്. അപ്പൊ പഠിക്കാം. പിന്നെ അതേമാതിരി ഫ്രീ ടൈമുള്ള സമയത്ത് യൂണിവേഴ്സിറ്റിയില് ഫ്രീ ടൈമുള്ള സമയത്തും പഠിക്കുക. അങ്ങനെ കുറെ സമയം അങ്ങനെ നോക്കുമ്പോൾ കുറെ സമയം നമുക്ക് കിട്ടുന്നുണ്ട്. തിരിച്ച് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇവിടേക്ക് പോകുമ്പോഴേ മദ്രസയിലേക്ക് പോകുമ്പോഴും പഠിക്കാം. പിന്നെ രാത്രിയും പഠിക്കാം. അങ്ങനെ നോക്കുമ്പോൾ ഒരു 4 മണിക്കൂർ പഠിക്കാൻ ശരിക്കും കിട്ടുന്നുണ്ടല്ലോ. ഇനി ഞാൻ പഠിച്ച ശൈലി ഞാൻ ജസ്റ്റ് ഗൂഗിൾ ഡോക്സ് ഒന്ന് ഷെയർ ചെയ്യട്ടെ. ഞാൻ ഞാൻ പറഞ്ഞല്ലോ എന്റെ നോട്ട്സ് ഒന്നും ഞാൻ തയ്യാറാക്കിയില്ല എന്നുണ്ട്. ഞാൻ തയ്യാറാക്കിയത് ഗൂഗിൾ ഡോക്സ് വെച്ചുകൊണ്ടായിരുന്നു എല്ലാം തയ്യാറാക്കിയിരുന്നത്. കാരണം ഇപ്പൊ നോട്ട്ബുക്ക് ആവുമ്പോ നമുക്ക് നോട്ട്ബുക്ക് ഉള്ളോടത്ത് ഇരുന്നിട്ടേ പഠിക്കാൻ കഴിയുള്ളൂ. മൊബൈലാവുമ്പോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എല്ലാ സമയത്തും നമ്മുടെ കയ്യിൽ മൊബൈൽ ഉണ്ടാവല്ലോ. അത് വെച്ചുകൊണ്ടാണ് ഞാൻ പഠിച്ചിരുന്നത്. ഞാൻ പഠിച്ചൊരു ശൈലി മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതിന്റെ ഈ സ്ക്രീൻ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഞാൻ പഠിച്ചത് നിങ്ങൾ നോക്കും, ഫസ്റ്റത്തെ പേജാണ്. ഇതില് ഗൂഗിൾ ഡോക്സില് ടാബുകൾ എത്ര 17 ടാബുകൾ ഉണ്ട് ഈ ഗൂഗിൾ ഡോക്സിന് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഫസ്റ്റത്തത് ഉദാഹരണം പറയാ, റിനൈസൻസിലെ കുര്യക്കോസ് ഏലിയ ചവറ. ഇവരെ ഞാൻ പഠിച്ചിരുന്ന ഇങ്ങനെ ചൊല്ലിയിരുന്ന് പഠിക്കല്ല. ഇവര് ജനിച്ച ഡേറ്റ് 1805 അപ്പൊ ഈ 1805 ഇങ്ങനെ പഠിക്കാതെ ഈ ഏത് ഡേറ്റ് കിട്ടിയാലും ഞാൻ ഒരു കോഡ് ഉണ്ടാക്കിയിടും. അപ്പൊ നിങ്ങൾ കാണുന്നില്ലേ 1805 എന്നുള്ളതിൽ ച കണ്ടല്ലോ, ച ആ ച എന്നതിന്മേൽ ഞാനിത് ചവറ എന്നതിന്റെ പിന്നെ പാഞ്ച് എന്നതിന്റെ ചായ ഉണ്ടല്ലോ, ഇത് രണ്ടും കൂടെ മാച്ച് ആക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത് 1805 എന്നത് ഇതാക്കുന്നത്. ഇങ്ങനെ ഓരോ ദിനം ഇപ്പൊ ഞാൻ ഈ കോഡ് ഞാൻ മുമ്പ് എൻ്റെ ഒരു സുഹൃത്ത് അവന്
നെറ്റ് എഴുതുന്ന അവസരത്തിൽ എത്ര അറ്റംപ്റ്റ് ചെയ്തിട്ടും നെറ്റ് പോലും അവർക്ക് കിട്ടുന്നില്ല, അറബിയിൽ നെറ്റ് കിട്ടുന്നില്ല. അപ്പൊ എന്നോട് ഒരു പ്രാവശ്യം ചോദിച്ചു, നിങ്ങൾ എന്താ ഈ അറബിയിൽ നെറ്റ് കിട്ടാൻ ചെയ്യുന്നത്? കാരണം 150-ലേറെ ആളുകളെ കുറിച്ച് നെറ്റിന് പഠിക്കാണ്ട്, അവരുടെ ജനതീയതയും മരിച്ച തീയതിയും അതുപോലെ അവരുടെ നാടും ഇതൊക്കെ ഇങ്ങനെ കിട്ടുമ്പോ എങ്ങനെ. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ കോഡ് ഉണ്ടാക്കി വെച്ചാൽ മതിയല്ല. അൽഹംദുലില്ലാ അവനക്കിപ്പോ നെറ്റ് ക്രാക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഇതേപോലെ കുറെ കോഡുകൾ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ കോഡ് ഉണ്ടാക്കുമ്പോൾ നമുക്കുള്ളൊരു സുഖം എന്താ വെച്ചാല് ഈ കോഡ് ഒരട്ടം പഠിച്ചാൽ മതി. ഇനിയിപ്പോ ഞാൻ കുറച്ച് കാലമായി ഞാൻ ഇപ്പൊ ഇതുമായിട്ട് ബന്ധം ഉണ്ടായിട്ട്, പക്ഷെ ഈ കോഡ് വെച്ചുകൊണ്ട് പഠിക്കുമ്പോൾ എനിക്ക് ആ ബന്ധം പെട്ടെന്ന് തിരിച്ചു കിട്ടുമെന്ന് എനിക്ക് പ്രതീക്ഷ ഉണ്ട്. അതേപോലെ രണ്ടാമത്തെ ടാഗ് നിങ്ങൾ നോക്കൂ, ഞാൻ ബുക്കുകളാണ്. നമ്മള് ഇപ്പൊ കുര്യക്കോസ് ഏലിയാസ് ചവറയുടെ ബുക്കുകള്, നെയ്മ്, എന്താ ജ്ഞാനപീയൂഷം, ആത്മാനുതാപം തുടങ്ങിയിട്ടുള്ള ഇങ്ങനെ ഈ പുസ്തകങ്ങൾ. ഈ ഡോക്കിന്റെ ഒരു ഗുണാട്ടോ ഈ പറയുന്നത്. ഇങ്ങനെ പുസ്തകം, ഈ പുസ്തകങ്ങളിൽ തന്നെ പുസ്തകം എന്നുള്ളൊരു സെഷൻ തന്നെ ഇതിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് ചില ചില ആളുകളൊക്കെ ഇതിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഇപ്പൊ കോഡ്, ഇപ്പൊ വാഗ്മടാനന്ദന്റെ കോഡ് നിങ്ങൾ പഠിച്ചു നോക്കും. വാഗ്മടാനന്ദൻ മാനസ ചാപ്പല്യമില്ലാതെ ഈശ്വര വിചാരത്തോടെ മംഗള ശ്ലോകങ്ങളും പ്രാർത്ഥനകളും ഉത്സവപ്പാട്ടും കേട്ടുകൊണ്ട് ഗാന്ധിജി നൽകിയ ആത്മവിദ്യ ലേഖമാലയും അണിഞ്ഞു ആധ്യാത്മിക യുദ്ധത്തിന് പുറപ്പെട്ടു എന്നുള്ളൊരു ഇതാണ്. ഇതൊരു ഇദ്ദേഹത്തിന്റെ കോഡാണ്, പുസ്തകങ്ങളുടെ കോഡാണ്. ഇങ്ങനെ ഈ കോഡ് കിട്ടിയൊക്കെ നമ്മള് പുസ്തകത്തിന്റെ കോഡിന്റെ കൂടെ തന്നെ ഈ ഇതിന്റെ ഒരു കള്ളിയില് പുസ്തകത്തിന്റെ പേരാണ്, മറുകള്ളിയില് കോഡാണുള്ളത്. ആ കോഡ് നമ്മൾ എഴുതി പഠിക്കുക. എഴുതി പഠിക്കുക എന്നാല് കയ്യില് എന്തെങ്കിലും പേപ്പർ ഉണ്ടെങ്കിൽ എഴുതി പഠിക്കുക. ഇല്ലെങ്കിൽ ഈ ഗൂഗിൾ ഡോക്സിൽ തന്നെ വേറൊരു ഇതെടുത്താൽ മതിയല്ലോ, പുതിയ ഗൂഗിൾ ഡോക്യുമെന്റ് എടുത്തുകൊണ്ട് നമുക്ക് എഴുതി പഠിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഉണ്ടാക്കാമല്ലോ. അങ്ങനെ എഴുതി പഠിച്ചാല് നമുക്ക് സുഖമായിട്ട് എപ്പോഴും ഇത് ഉപകാരപ്പെടുമെന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെ നമ്മൾ പഠിക്കുമ്പോൾ ഏറ്റവും വലിയൊരു വിഷയം കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പൊ കൺഫ്യൂഷനായിട്ട് ഞാൻ എന്ത് ചെയ്തു, കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ നമുക്കാണ്ട് ഇതിലൊരു ടാബ് എഴുതിയിട്ടുണ്ട്. ഞാൻ പറയുന്നത് മനസ്സിലാവില്ലേ നിങ്ങൾക്ക്? ആത്മരേഖ, ഇപ്പൊ ഉദാഹരണം പറയാം, ആത്മരേഖ, ആത്മകഥയ്ക്ക് ഒരാമുഖം ഇങ്ങനെ രണ്ട് ആത്മകഥകൾ എന്നുള്ളില് ഓരോരുത്തരുടെ കൺഫ്യൂഷൻ ആക്കുന്ന ആത്മരേഖ എന്നതും ആത്മകഥക്ക്. ഇനി വേറെ ഒന്ന് നോക്കിയാൽ മനസ്സിലാവും, അഭിനയം, അനുഭവം, അനുഭവം എന്നുള്ള വാക്കുകൾ. ഇപ്പൊ ഞാൻ അടുത്ത് നോക്കൂ നിങ്ങൾ, എന്റെ കഥ കമലാ സുരയ്യാണ്, എന്റെ ജീവിത കഥ AKGയുടെ ആണ്, എന്റെ ജീവിത സ്മരണകൾ മന്നത്ത് പത്മനാഭൻ. ഇങ്ങനെ നമുക്ക് ഇത് കൺഫ്യൂഷൻ ഉണ്ടാക്കുമ്പോ ഒരു കൺഫ്യൂഷൻ വന്നാൽ ആ കൺഫ്യൂഷൻ അവിടെ എഴുതി വെക്കുക. അപ്പൊ പിന്നെ എന്ത് ചെയ്യും, നമുക്ക് സുഖമായിട്ട് പഠിക്കാൻ കഴിയും. ഇപ്പൊ ദർസൊക്കെ പഠിക്കുന്ന അവസരത്തില് ഒരു ചെറിയ കിതാബായിരുന്നു ഫത്ഹുൽ ഖയ്യൂം എന്ന് പറയുന്നത്. അതിൽ പറയുന്ന ഒരു ബൈത്താണ്, ഫഹക്കിക്കിൽ മുഷ്കല വൽ മുഅവ്വല വത്തബിൽ അഫ്വാഹ വസ്സവാദല എന്ന് പറയുന്നത്. അതായത് ഇഷ്കാൽ പറഞ്ഞാൽ സംശയം ഉണ്ടാക്കുന്ന, കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ അത് പ്രത്യേകം നിങ്ങൾ പഠിക്കുക എന്നുള്ള ആ ഒരു വരിയിൽ നിന്നാണ് എനിക്ക് ഇങ്ങനെ ഒരു ഊർജം കിട്ടിയിട്ടുള്ളത്. പിന്നെ ഇതൊക്കെ നോക്കൂ നിങ്ങൾ, ഓർമ്മയുടെ എന്നുള്ളത് കുറെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കുറച്ച് വാക്കുകളുണ്ട്. ഓർമ്മയുടെ ഓളങ്ങൾ, പിന്നെ ഓർമ്മയുടെ തീരങ്ങളിൽ, പിന്നെ ഓർമ്മയുടെ അറകൾ, ഓർമ്മയുടെ നരമ്പോ, ഇപ്പൊ എനിക്ക് ഇത് തിരിയുന്നില്ല, ഓർമ്മയുടെ ആഴങ്ങളിൽ തുടങ്ങിയിട്ട് കുറെ ഓർമ്മകള്. വേദാന്ത എന്ന് പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുറെ ഇങ്ങനെ ഒരുമിച്ച് പഠിച്ചാൽ സുഖമാണ്, വളരെ സിമ്പിൾ ആയിട്ട്. പിന്നെ ഇതിൽ നോക്കൂ നിങ്ങള്, ബുക്ക് ആർക്കാ ഗിഫ്റ്റ് കൊടുത്തത് എന്നുള്ളത് നോക്കുമ്പോൾ മാർത്താണ്ഡവർമ്മ, സി വി രാമൻ പിള്ള, മാർത്താണ്ഡവർമ്മ എന്നത് അശ്വതി തിരുനാൾ മാർത്താണ്ഡവർമ്മക്ക്. ഇങ്ങനെ ഓരോ പുസ്തകം കൊടുക്കുമ്പോഴും ഇതൊക്കെ എനിക്കൊരു കൺഫ്യൂഷനാണ്. ഒരാൾ ഏത് പുസ്തകം കൊടുത്തു, ഇപ്പൊ ഇത് അറബി ലിറ്ററേച്ചറിലും വരുന്നുണ്ട്. ജാഹിദ് തന്റെ കിതാബുൽ ബുഖല ഏതോ ഉണ്ട്, അല്ലെങ്കിൽ അദബുൽ കാത്തിബ്, ഇബ്നു കുത്തൈബയുടെ അദബുൽ കാത്തിബ് കൊടുത്തത് ആർക്കാണ്, അത് എനിക്കൊരു കൺഫ്യൂഷനാണ്. അപ്പൊ ആ കൺഫ്യൂഷനിൽ എഴുതി പഠിച്ചാൽ നമുക്ക് അതിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതിൽ ഒരു എക്സ്പേർട്ടായി നമുക്ക് മാറാൻ കഴിയും. ഈ റിനൈസൻസിലൊക്കെ ഞാൻ നോട്ട് ഉണ്ടാക്കിയിരുന്നത്, നമ്മുടെ ഫോക്കസിന്റെ നോട്ടിന്റെ പുറമെ ഞാൻ ഉണ്ടാക്കിയിരുന്നത്, ഇപ്പൊ ഈ ഒരു ഇത് നോക്കൂ നിങ്ങള്, ഈ നോട്ടിന്റെ ഒരു ശൈലി ഞാൻ കാണിച്ചുതരാം. ഒരാളുടെ പേര് മുടിചൂടും പെരുമാൾ മുത്തുക്കുട്ടി വൈകുണ്ഠ സ്വാമികൾ എന്നാണ് ഞാൻ എഴുതുക. കാരണം നമ്മൾ ഒറ്റയടിക്ക് നോക്കുമ്പോ തന്നെ ഈ വൈകുണ്ഠ സ്വാമികളിൽ നിന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അതേ നമുക്ക് അറിയുള്ളൂ.
അതേസമയം മുടിചൂടും പെരുമാൾ മുത്തുക്കുട്ടി വൈകുണ്ഠ സ്വാമികൾ എന്ന് പറയുമ്പോൾ സംഗതി വായിക്കുമ്പോൾ ഒരു പ്രയാസം ഉണ്ടെങ്കിലും ഇത് എപ്പോഴും ഇങ്ങനെ കാണുമ്പോൾ ആളുടെ പേര് ഇനി കൺഫ്യൂഷൻ ക്വസ്റ്റ്യനിൽ വന്നാൽ നമുക്കൊരു കൺഫ്യൂഷൻ ഇല്ല. അതേപോലെ ഇവരുടെ ഹിസ്റ്ററി എന്ന രൂപത്തിലാണ് ഞാൻ പോയിന്റുകൾ എഴുതുന്നത്. 1833 ആദ്യം, ആ 33 തന്നെ രണ്ട് സംഭവം ഉണ്ടായിട്ടുണ്ട്. പിന്നെ 36, 38, 39 ഇങ്ങനെ ഒരു ഇതിലാണ് ഉണ്ടായിരുന്നത്. ഇത് നേരത്തെ പറഞ്ഞ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ ഈ 1863 ജനിച്ച സാഹിത്യകാരന്മാരൊക്കെ ഇത് നോക്കുമ്പോ ഈ 6 സാഹിത്യകാരന്മാരുണ്ട്. ഇങ്ങനെ ഈ ഉബുനി എന്നുള്ള കോഡ് എല്ലാവർക്കും അറിയുന്നതാണ്. എന്നാലും നമുക്ക് ഈ കോഡുകൾ കിട്ടിയാൽ എഴുതി വെക്കാലോ. അങ്ങനെ അത് പിന്നെ AKG എന്നുള്ളത് AKG സെന്റർ തിരുവനന്തപുരമാണ്, AKG ഭവൻ ന്യൂഡൽഹിയാണ്. ഇങ്ങനത്തെ എല്ലാം കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത് മാത്രം എഴുതി വെക്കാനായിട്ട് ഒരു കോളം വെച്ചിരുന്നു. ശ്രീമൂലം പ്രജാസഭ നിങ്ങൾ നോക്കും, അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയില് ഉണ്ടായത് 1911 മുതൽ 41 വരെയാണ്. പിന്നെ പൊയ്ക്കൽ ജോയനാർ 21 മുതൽ 31 വർഷങ്ങളിലാണ്. പമ്പാടി ജോസഫ് 31 ഇങ്ങനെ. കാരണം ഈ ശ്രീമൂലം പ്രജാസഭയിൽ കുറെ ആളുകളുണ്ട്, അവരുടെ വർഷങ്ങൾ നമുക്കൊരു കൺഫ്യൂഷനാണ്. അതങ്ങനെ കൺഫ്യൂഷൻ ആക്കുന്ന എഴുതിയേക്കാം. പിന്നെ പോസ്റ്റൽ സ്റ്റാമ്പ് പറയേണ്ട ആവശ്യമില്ലല്ലോ, ഓരോരുത്തരും ഏത് വർഷത്തിലാണ് പോസ്റ്റൽ സ്റ്റാമ്പിൽ കയറിയത് എന്നുള്ളതാണ്. അതങ്ങനെ എഴുതി വെച്ചു. ഇങ്ങനെ എഴുതിയൊക്കെ ചുരുക്കി പറഞ്ഞാല് സാധാരണ ഇതിലിപ്പോ ഈ വോയിസ് എന്റെ ഇത് കേൾക്കുന്നത് കുറെ ഗേൾസുകളായിരിക്കും. അവർക്ക് സമയമില്ലാന്നായിരിക്കും ഉണ്ടാവുക. മിക്ക സമയത്തും സമയം ഉണ്ടാവാത്ത സാഹചര്യം ഉണ്ടാവുക. പക്ഷെ ഇങ്ങനെ ഏത് സമയത്തും പ്രത്യേകിച്ച് ടീച്ചിങ് മേഖലയിലൊക്കെ ഉള്ള ആളുകളെ ഈ മൊബൈൽ വെച്ചുകൊണ്ട് പഠിക്കാം. ഞാൻ അങ്ങനെ തന്നെ പഠിക്കണം എന്ന് ഞാൻ പറയുന്നില്ല. അതേസമയം നിങ്ങൾ കാരണം ഈ മൊബൈലിൽ ചെലവഴിക്കുമ്പോൾ ചിലപ്പോൾ റൂട്ട് തെറ്റാൻ സാധ്യതയുണ്ട്. ഒരു മെസ്സേജ് കാണുമ്പോൾ അതിമക്ക് ശ്രദ്ധിക്കും, പിന്നെ അങ്ങനെ ആ നിലയിലാണ് പോകും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സോഷ്യൽ മീഡിയയിലും കുറച്ച് സജീവമാണ്. FB-യിലൊക്കെ അൽഹംദുലില്ലാ അത്യാവശ്യം ഫോളോവേഴ്സും ഇതൊക്കെ ഉള്ള ആളാണ്. അങ്ങനെ വെക്കുമ്പോ എനിക്ക് എന്നാൽ പോലും ഇത് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് FB ഞാൻ അൺഇൻസ്റ്റാൾ ആക്കിയിട്ടുണ്ട്, അൺഇൻസ്റ്റാൾ ആക്കിയിട്ടുണ്ട്. പിന്നെ ഗൂഗിൾ യൂട്യൂബ് ഇൻസ്റ്റാൾ ആക്കാൻ കഴിയില്ല, പക്ഷെ എന്നാൽ പോലും അത് ഡിസേബിൾ ആക്കാൻ കഴിയും. അത് നിങ്ങൾ ജസ്റ്റ് യൂട്യൂബിൽ നിന്ന് അമർത്തിയതിനു ശേഷം ഇവിടെ ഡിസേബിൾ എന്നുള്ള ഓപ്ഷൻ ശേഷം വരാൻ സാധ്യത ഉണ്ട്. അപ്പൊ അങ്ങനെ ചെയ്താല് അപ്പൊ പിന്നെ ഞാൻ മൊബൈലിൽ നോക്കാം, പ്രത്യേകിച്ച് വാട്സപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ പിന്നെ വാട്സപ്പിലും തന്നെ പെട്ടെന്ന് ഇപ്പൊ ആൻഡ്രോയിഡ് മെസ്സേജ് അടിച്ചെടുത്ത് പെട്ടെന്ന് നോക്കിയാണ്ട് പെട്ടെന്ന് തീരും. പിന്നെ കൂടുതൽ അതിന് കൂടാനും വകുപ്പില്ല. അങ്ങനെ ഇനി ഞാന് ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ ഡേറ്റ് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ആണ് അല്ലെ. ഇപ്പൊ ഓരോ ഡേറ്റ് ഇങ്ങോട്ട് കാണുമ്പോ തന്നെ ചില ആൾക്കാർക്ക് പിരാന്ത് വരും, ആള് വരും. അപ്പൊ ഞാൻ ആ കൺഫ്യൂഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഒരു ചാർട്ട് തന്നെ ഞാൻ ഉണ്ടാക്കി. ഫസ്റ്റ് 1697 അഞ്ചുതെങ്ങ് റിവോൾട്ട്, അതിനുശേഷം നടന്നത് ആറ്റിങ്ങൽ റിവോൾട്ട്. ഈ ഒരു ഓർഡറില് ഇവർക്ക് ഇങ്ങോട്ട് നോക്കിയാലേ 1900-ലേക്ക് ഇങ്ങോട്ട് കടക്കുമ്പോ ഒരേ ദിവസം ഒരേ വർഷം തന്നെ കുറെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. ഇപ്പൊ നിങ്ങൾ നോക്കൂ, 1903 എടുക്കുക. ആ 3-ല് EK മാധവൻ ഈഴവ സമാജം സ്ഥാപിച്ചു. പിന്നെ ശ്രീനാരായണ ഗുരു പ്രസിഡന്റും കുമാരനാശൻ ജനറൽ സെക്രട്ടറിയുമായിട്ട് രൂപം കണ്ട ശ്രീനാരായണ ധർമ്മപരിപാലന സഭ SNDP രൂപീകരിച്ചു. 1903-ല് ശിവഗിരിയിൽ നടന്ന SNDP യോഗത്തിൽ 50-ാം വാർഷിക സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ശ്രീകൃഷ്ണനായിരുന്നു. ഇങ്ങനെ അങ്ങോട്ട് തുടങ്ങിയിട്ട് അവർ വർഷങ്ങള് അപ്പൊ ഇങ്ങനെ നോക്കുമ്പോ എന്തെങ്കിലും ഒരു ചോദ്യം 1914 എന്തോ ഒന്ന് ഉണ്ടായിട്ടുണ്ടല്ലോ എന്ന് നമുക്ക് ഓർമ്മ വരുമ്പോ ഈ ഒരു ഇത് എടുത്ത് നോക്കിയാൽ മതി. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല. ഇതിലും കുറെ കൺഫ്യൂഷൻ ഉണ്ടാവില്ല. അപ്പൊ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത് ഞാൻ എന്ത് ചെയ്തു, ഇപ്പൊ കോഡാക്കിയിട്ട് ഇപ്പൊ അതിലൊരു കോഡാണ് അമേരിക്കയിൽ നിന്നും കടമെടുത്ത ആശയങ്ങൾ. അമേരിക്കയിൽ പോയ മൗലവി ECG ആസ്വദിച്ചു എന്നാണ്. അപ്പോ ഈ ഒരു വാക്കിൽ തന്നെ കോഡുകൾ വരുന്നുണ്ട്. പിന്നെ അതിലേറെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു വാക്ക് ഇതാണ്, എന്തൊക്കെ ആശയങ്ങൾ കടമെടുത്തു എന്നുള്ളത്. അത് ഇങ്ങനെ ചാർട്ടാക്കി എഴുതിയിട്ടുണ്ട്. പിന്നെ അതിലുള്ള ആർട്ടിക്കിൾ ഏതാണ്, അപ്പൊ അതിലും കൺഫ്യൂഷൻ ഉണ്ടാവും. ഈ ആർട്ടിക്കിൾ 1, 3 എന്നൊക്കെ കുറെ ഇതുണ്ടാവല്ലോ, അതില് കൺഫ്യൂഷൻ ഉണ്ടാവുന്നതുകൊണ്ട് തന്നെ അത് പ്രത്യേകം എന്ത് ചെയ്തു നോട്ടാക്കി അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അതേമാതിരി ഈ പേരുകൾക്ക് ഓരോരുത്തർക്ക് വലിയ പേരുകളായിരിക്കും. ഇപ്പൊ നിങ്ങൾ നോക്കും, കേരള ലിംഗം. ഇപ്പൊ ഉദാഹരണം പറഞ്ഞ ഈ കേരള വെച്ചുകൊണ്ട് തന്നെ കുറെ ആൾക്കാരുണ്ടല്ലോ.
കേരള ഗാന്ധി എന്ന് പറഞ്ഞ ആരാണ്? കേളപ്പനാണ്. കേരള ലിങ്കൻ എന്ന് പറയുന്നത് പണ്ഡിറ്റ് കറുപ്പൻ. അങ്ങനെ ഈ കേരള പറയുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. അങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടാവുമ്പോൾ ഞാൻ കേരള വെച്ചുകൊണ്ട് തന്നെ കുറെ ഇങ്ങോട്ട് നോട്ടാക്കി. ചുരുക്കി പറഞ്ഞ അങ്ങനെ 28ഓളം കേരള കിട്ടി. അവസാനം കേരള ഇബ്സൻ എന്ന് പറഞ്ഞാൽ ഞാൻ കൃഷ്ണപിള്ളയായ, കേരളം സബർമതി എന്ന് പറഞ്ഞാൽ സബരി ആശ്രമമാണ് എന്നൊക്കെ. ഇങ്ങനെ ഒരു വ്യത്യസ്തമായിട്ടാണ് ഞാൻ ഇതേപോലെ വേറെ ആൾക്കാർ ഉണ്ടാക്കിയണോ എനിക്കറിയില്ല കേട്ടോ. ഇങ്ങനെയാണ് ഞാൻ പഠിച്ചത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതേപോലെ ഈ ഫസ്റ്റ് ഫസ്റ്റ് വർത്തമാന പുസ്തകം, കുറെ ഫസ്റ്റുകൾ വരുന്നുണ്ട്. വർത്തമാന പുസ്തകം എന്നുള്ള കേരളത്തിലെ ആദ്യത്തെ ട്രാവലോഗാണ്, മലയാളത്തിൽ എഴുതിയിട്ടുള്ള ട്രാവലോഗാണ്. ഇങ്ങനെ ഈ ഫസ്റ്റ് എന്നുള്ളത് വേറൊരു നോക്കട്ടാക്കിയിട്ട് എന്ത് ചെയ്തു, ഇങ്ങനെ ഇതാക്കി എഴുതി. അതേപോലെ ദിവസങ്ങൾ ഇതിലേക്കാണ് മിക്ക ആളുകളും കൊടുക്കുക. അതും എനിക്കൊരു നോട്ടായി. ഇപ്പൊ ജനുവരി 2 മന്നൻ ജയന്തി, പിന്നെ ജനുവരി 9 പ്രവാസി ഭാരതീയ ദിൻ എന്നിങ്ങനെ തുടങ്ങിയിട്ട് ഇതാക്കി. ഇതില് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാനൂനിസാണ്. ഈ ജനുവരിക്ക് ഞാൻ വെച്ചിരുന്ന ഒരു കോഡ് സ്റ്റാർട്ടിങ് എന്നാണ്. ജനുവരി സ്റ്റാർട്ട് ആയിട്ടുള്ള ഒരു തുടക്കമാണല്ലോ ഇംഗ്ലീഷ് വർഷത്തിന്, അതിനൊരു കോഡാണ്. പിന്നെ ഫെബ്രുവരിക്ക് ലീപ് ഇയർ എന്നുള്ള ഒരു കോഡ് വെച്ചു. ഇങ്ങനെ ഓരോന്നിനും കോഡ് വെച്ച് കണ്ടായിരുന്നു ഞാൻ പഠിച്ചത്. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല.